എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു ചെറിയൊരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യുന്നത്. പിന്നെ ഒരു എംസിനെ പോലെ ചെറിയൊരു അടിപൊളി സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മളെ വേനൽക്കാലത്ത് നമ്മൾ ചെറിയ കുരുവികൾക്കെല്ലാം പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മളെ വീട്ടിന് മുന്നിൽ ഒരു മരത്തിൽ നമ്മൾ കെട്ടി തൂക്കിയിട്ട് നമ്മളെ കൊഞ്ചമ്പകത്തിന്റെ മരമാണ്. ഒരുപാട് കിളികൾ രാവിലെ വൈകുന്നേരം ഇതിൻ്റെ അകത്ത് വെള്ളം കുടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ നമ്മുടെ എംസിനെ കൊണ്ട് ചെറിയൊരു കിളിൻ്റെ ഇത് നമ്മളാക്കുന്നത്. സംഭവം എത്രത്തോളം വിജയിക്കുന്ന അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ആകെ ഒരു വീഡിയോ ഇട്ടിട്ടു. അപ്പോൾ ഡ്യൂട്ടിനെല്ലാം തിരക്കായിട്ട് നമുക്ക് ടൈം ഇല്ല. അപ്പോൾ നമ്മൾ സമയത്തെങ്കിലും ഉണ്ടാക്കി നമുക്ക് തുടർത്തുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുക. നമ്മൾ വേനൽക്കാലത്ത് നമ്മുടെ മറ്റേ ഇപ്പോൾ രാവിലെ ഒരുപാട് ബുൾബുകളെല്ലാം വെള്ളം കുടിക്കാൻ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മൾ ചെറിയൊരു ഏതൊരു കിളിയുടെ രൂപം തത്യാന്തം അതിൻ്റെ ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരം പണി നോക്കാം. അപ്പോൾ നമ്മൾ ഇത് എംസിനെ കൊണ്ടുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കുഴച്ചിട്ട് നമുക്കൊരു തത്തേൻ്റെ ഏകദേശം ഒരു തത്തേന്റെ ഒരു ഷേപ്പുള്ള ഒരു പക്ഷി ആക്കാൻ വിചാരിക്കും. അപ്പോൾ തത്തേന്റെ നമ്മുടെ ശരീരത്തിന്റെ ഷേപ്പാണ് നമ്മളൊന്ന് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് തത്തേന്റെ ബോഡിയുടെ ഷേപ്പ് നോക്കാം. അപ്പം നമ്മൾ തത്ത ചട്ടീന്റെ മേലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ ആക്കുന്നത്. അപ്പോൾ ബോഡിയുടെ ഷേപ്പ് നമ്മൾ ഏകദേശം ഇങ്ങനെ ആക്കി വരുന്നുണ്ട്. ഇത് കുറച്ച് ഉണങ്ങാനുണ്ട്. പിന്നെ നമ്മൾ തലയുടെ ഫിറ്റ് ചെയ്യും, പിന്നെ കൊക്കിങ്ങനെ ഫിറ്റ് ചെയ്യും. പിന്നെ ചട്ടീന്റെ മേലെ നമ്മൾ വെള്ളം കുടിക്കാൻ ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ് നമ്മൾ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഉണങ്ങണം. ഷേപ്പിംഗ് കാണാൻ ചായ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ചെറിയൊരു ഇങ്ങനെ പ്രസ് ചെയ്ത് തലേന്റെ ഷേപ്പ് ഉണ്ടാകും. തലേന്റെ ഷേപ്പിങ്ങൾ നമ്മളിങ്ങനെ ആക്കുന്നത്. നമ്മൾ എംസിൽ അധികം പൈസ ഒക്കെ മേടിച്ചിട്ട് അതുകൊണ്ട് ചെറിയ രൂപത്തിലുള്ള ഒരു പക്ഷിനെ ആക്കുന്നത്. അപ്പോൾ വലുത് മേടിച്ചിട്ട് നമുക്ക് വലിയ തത്ത അതുപോലത്തെ പക്ഷികളാക്കാം. അപ്പോൾ നമ്മൾ എംസിൽ ചെറിയ പൈസ 50 രൂപേന്റെ എംസിൽ മേടിച്ചിട്ട് അതുകൊണ്ട് ചെറിയൊരു പക്ഷി നമ്മൾ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തലയിൽ നമുക്ക് ഇങ്ങനെ കൈയോടെ ഇതാക്കിയിട്ട് തലേന്റെ ഷേപ്പിംഗ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കൊക്ക് നമ്മൾ ഈ എംസിയിൽ വേറെ എംസിയിൽ കൂട്ടി ചേർക്കുന്നില്ല. ഇതിനെ കൊണ്ടുതന്നെ നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഉണങ്ങുന്നതിനനുസരിച്ച് ഇങ്ങനെ ആക്കുമെന്ന്. അപ്പോൾ നമ്മൾ ഇത് വെറും ഒരു 50 രൂപേന്റെ എംസിയിലാണ് ഈ മൊത്തം നമ്മൾ ആക്കാൻ എടുക്കുന്നത്. കണ്ടെങ്കിൽ കൊക്കെല്ലാത്തിനും പിന്നെ വേറെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ ഉണങ്ങുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ച് കട്ടിയായി വരും. അങ്ങനെ ഉണങ്ങുന്നതിനനുസരിച്ച് നമ്മൾ ഷേപ്പ് ആക്കിയിട്ട് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിചാരിക്കും പക്ഷി ആക്കി. അപ്പോൾ ഇതിന്റെ മേലെ നമ്മൾ പെയിന്റ് അടിച്ച് ചേർക്കും പക്ഷിന്റെ ഷേപ്പ് ആക്കും. തത്തേനാക്കാൻ ഉദ്ദേശിക്കുന്നത് നോക്കാം. എന്തായാലും ഒരു പക്ഷിയായിട്ട് കാണാൻ ഏകദേശം ഒരു പക്ഷിന്റെ രൂപമായി വന്നിട്ടുണ്ട്. അപ്പോൾ തത്തയാവുമെന്ന് അറിയില്ല. എന്തായാലും ഒരു നമ്മളൊരു പക്ഷിന്റെ രൂപമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെയിന്റ് അടിച്ച് നമ്മൾ അടിപൊളി ഒരു പക്ഷിന്റെ രൂപമാക്കി എടുക്കും. പിന്നെ എന്തെങ്കിലും ഒരു മുത്ത് വെച്ചിട്ട് കണ്ണു കൊടുക്കാനുണ്ട്. കൊക്കെല്ലാം നമ്മൾ ഈ കത്തിനെ കൊണ്ട് ഇങ്ങനെ ആക്കി കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും പക്ഷിന്റെ രൂപമായി ഈ ചട്ടി കഴിച്ചിട്ട് അതിനെ ഫിറ്റാക്കി വെക്കണം. അപ്പൊ നമ്മൾ ഈ കല്ല് ഉപയോഗിച്ചിട്ട് അതിന്റെ കണ്ണ് വെക്കാൻ വെച്ചു. പക്ഷേ ഈ കല്ല് ഭയങ്കര വലിപ്പം കുറച്ച് ജാസ്തിയാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചിട്ട് എംസിനെ കണ്ട ചെറിയൊരു ബോൾ പോലെ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് ലാസ്റ്റ് കളർ ചെയ്യും, കണ്ണിന്റെ കളർ ചെയ്യും. ബാക്കി ബോഡിക്കെല്ലാം പച്ച കളർ അടിച്ചിട്ട് അവർ വെക്കാക്കും. ഇതിലെ കുറച്ച് കല്ലിലേശം വലിപ്പായി പോയി. അപ്പൊ നമുക്ക് ഇത് പോയിട്ട് അവിടെ നിന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഈ ലെവലിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ പശുക്ക് ഒരുപാട് പണിയും ബാക്കിയുണ്ട്. ഈ ലെവലിലൂടെ ഫിറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഇത് നമുക്ക് മുറിച്ചിട്ട് ഇതിന്റെ മേലെ നമുക്ക് അവിടെ ഫിറ്റ് ചെയ്ത ലെവലാക്കി നമുക്ക് വെച്ചോക്കാം. അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം ഇടാക്കി വെച്ചിട്ട് പറ്റിച്ച് വെച്ചാണ്. അപ്പോൾ അതൊന്ന് മറക്കുന്ന രീതി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് അതിൽ ഫിറ്റ് ചെയ്ത് നോക്കാം, അങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചട്ടിയും കഴിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഇവിടെ ഇങ്ങനെ ഫിറ്റാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്ത് ഫിറ്റാക്കിയാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കാൻ ടൈം നോക്കിയിട്ട് അങ്ങനെ ചെയ്യൂ. ഒരു ഭാഗത്ത് എന്തായാലും ഫിറ്റാക്കും. അപ്പോൾ ചട്ടിക്ക് ഇതിന് എന്താണ് കളർ അടിക്കും. ചട്ടിക്ക് പെയിന്റ് അടിക്കണമെന്ന് നോക്കി നമുക്ക് ചെയ്യാം. ചട്ടിക്ക് കുറച്ചും കൂടി അടിച്ചാൽ കുറച്ചും കൂടി രസം ഉണ്ടാവും. നമുക്ക് നോക്കി ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണെന്ന് ഇല്ല, പക്ഷേ കുറച്ചും കൂടി നമുക്ക് പണി ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. പോയിട്ട് അപ്പോൾ നമുക്ക് ഇതിപ്പോൾ കാണുമ്പോൾ ഏകദേശം ഒരു പ്രാവിനെ പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ തത്തേന്റെ അടിയിൽ കൊക്കിന്റെ അടിയിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അതും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് തത്തേന്റെ ഒരു രൂപം കിട്ടും. അപ്പോൾ നമുക്ക് അതിന്റെ പണി പെട്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനത്തെ ക്രാഫ്റ്റ് മാത്രമല്ല, ഒരു ഗാർഡനിങ്, പിന്നെ അതുപോലെ തന്നെ ട്രാവലിംഗ് എല്ലാ പരിപാടിയും ഉണ്ടാവും. ക്രാഫ്റ്റ് മാത്രമല്ല ഉണ്ടാവും, ഗാർഡനിങ് സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പൊ നമുക്ക് ഇപ്പം നമുക്ക് തത്തേന്റെ ഈ കൊക്കിന്റെ അടിയിലുള്ള ഈ ഭാഗം നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാം കൊക്കെല്ലാം നമ്മൾ ഇതായി നല്ല ശരിക്കൊരു ഇപ്പൊ ഒരു ചെറിയ തത്തേന്റെ ലുക്ക് ഉണ്ട് കാണാം. നമ്മൾ കൊക്ക് മാറ്റി. അപ്പൊ പിന്നെ ഇവിടെ ഒരു കൊക്ക് പോലെ ആക്കി, പിന്നെ താഴെ ഒരു ചെറിയ പീസും വെച്ചോട്ടിട്ട് അപ്പൊ ഇങ്ങനെ ആക്കി. ഇപ്പൊ ചെറിയ തത്തേന്റെ ചെറിയൊരു ലുക്ക് ഉണ്ട് കാണാൻ. അപ്പൊ ഇനി ചെറിയൊരു നമുക്ക് ഇവിടെ ചെറിയൊരു പീസ് ഇങ്ങനെ ആക്കി ഒരു ചിറകിന്റെ ഒരു ഷേപ്പ് നമുക്ക് ആക്കി എടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ ചിറകിന്റെ പരിപാടി നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാം രണ്ട് ഭാഗത്ത് ഞാൻ ഓരോ പീസ് വെച്ചിട്ട് ഇങ്ങനെ ഇതാ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ എംസിനെ കൊണ്ട് ചെറിയ പീസ് എന്നിട്ട് നമ്മൾ കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് നമ്മളൊരു ചെറുകിന്റെ ഒരു രൂപത്തിൽ കയ്യിനെ കൊണ്ട് ഇങ്ങനെ ഷേപ്പാക്കി കൊണ്ടുപോയി. എന്നിട്ട് ചെറിയൊരു കത്തിനെ കൊണ്ട് ചെറിയ വരവത്തിന് നമ്മൾ ഡിസൈൻ ആക്കാം. അപ്പോൾ പെയിന്റെല്ലാം അടിച്ച് നമുക്ക് നോക്കാം, അടിപൊളിയായിട്ട് നോക്കാം. അപ്പോൾ കംപ്ലീറ്റ് എംസിലാണ് നമ്മൾ ഇതിന്റെ ഉപയോഗിച്ചിന്. കണ്ണ് നമ്മൾ മുത്ത് വെക്കാന്ന് വിചാരിച്ചിന്, പക്ഷേ എംസിയിലാണ്. അപ്പോൾ നമ്മളൊരു 60 രൂപേന്റെ എംസിൽ മാത്രമേ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ 60 രൂപേന്റെ എംസിനെ കൊണ്ട് ഈ ഒരു വലിപ്പത്തിലുള്ളത് നമുക്ക് ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണ്ടിക്കും ആക്കാൻ പറ്റും നമുക്ക് ഇതിനെ കൊണ്ട്, എംസിനെ കൊണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്പോൾ ഇതുപോലത്തെ ക്രാഫ്റ്റ് മാത്രമല്ല ഗാർഡനിങ്, ട്രാവലിംഗ്, ഇങ്ങനത്തെ എല്ലാ പരിപാടിയും ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ നമ്മളെ പണി ഏകദേശം ആയിട്ട് പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ അധിക സമയത്തിന്റെ മുകളിൽ നമ്മൾ കളയുന്നില്ല. പിന്നീട് പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഇതിന് നല്ല അടിപൊളി പെയിന്റ് അടിച്ചിട്ട് ഇതിന്റെ മേലെ ഫിറ്റ് ആക്കിയിട്ട് നമ്മൾ അവിടെ തൂക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഈ പിന്നെ പെയിന്റ് അടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഇവിടെ ഒട്ടിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി പെയിന്റ് അടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏതായാലും വൈകുന്നേരമായി. അപ്പോൾ നാളെ രാവിലെ നമ്മൾ തൂക്കുന്നത്.
പെയിന്റ് അടിക്കുന്ന പരിപാടി നമുക്കിനി കുളിയെല്ലാം കഴിഞ്ഞ് നോക്കാം. അപ്പൊ നമ്മളെ പണി ഇത്രത്തോളായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളെ പെയിന്റ് അടിക്കുന്ന പരിപാടി നോക്കിയാണ്. അപ്പൊ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ നാളെ രാവിലെയാണ് നമ്മൾ തൂക്കി നിങ്ങളെ കാണിക്കുക. അപ്പൊ ഇത്ര വരെ ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പെയിന്റിംഗ് ബോക്സ്. ഇതാണ് നമ്മുടെ പെയിന്റിംഗ് ബോക്സ്. ചിത്രം വരക്കുന്ന ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മേലെ പെയിന്റ് അടിച്ച് നല്ല തത്തന്റെ രൂപത്തിലാക്കുന്നതാണ്. അപ്പൊ നമുക്ക് അതിന്റെ പരിപാടി നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ കൊക്കിനകത്ത് തന്നെ തുടങ്ങാം. അപ്പൊ കൊക്കിന് നമ്മൾ ചുവന്ന കളർ നമ്മൾ അടിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ കൊക്ക് ഫിനിഷിംഗ് ആക്കി നിങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെ കാണാം നമ്മൾ തത്തേന്റെ കൊക്കിന് നല്ല ചുവന്ന് പെയിന്റ് അടിച്ച അടിപൊളി ഇപ്പൊ നല്ല സ്റ്റൈലായി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് ഉപയോഗിച്ച പെയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 25 രൂപ കടയിൽ നിന്ന് ഈ ഫാബ്രിക് പെയിന്റ് ആണ് ഉപയോഗിച്ചത്. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു ടെക്നിക്ക് ഇത് നമ്മൾ ക്യാൻവാസിലും നമ്മളെ ചുമരിൽ അതെല്ലാം പിന്നെ വരക്കുന്ന സമയത്ത് ആടെ പിടിച്ചു നിൽക്കും. പക്ഷേ ഈ MC വരെ അങ്ങനെ പിടിച്ചു നിൽക്കുക. അപ്പൊ അതിനകത്ത് പിടിച്ചിരിക്കേണ്ട ഒരു ടെക്നിക്ക് ഉണ്ട്. അതിനൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് പിന്നെ നമ്മുടെ മുന്നേ നമ്മളെ ശിവലിംഗ ആക്കിയല്ല അതിന്റെ പാമ്പിന്റെ പത്തിന്റെ കൊണ്ടാണ് നമ്മൾ പിന്നെ പെയിന്റ് ചെയ്തത് ആ ടെക്നിക്ക് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ നമ്മൾ കൈനെ കൊണ്ട് വരക്കുമ്പോൾ അതങ്ങൾ പറഞ്ഞു പോകും. നമ്മൾ ചേട്ടനെ കൊണ്ട് മുന്നേ വർക്കുന്നല്ലോ ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്താലേ പിന്നെ ആ ഫാബ്രിക് പെയിന്റ് ഇതിന്റെ വില പിന്നെ ഫിക്സ് ആയി നിൽക്കും. പിന്നെ ഇത് ക്യാൻവാസിൽ നിൽക്കുന്ന പോലെ MC പോലെ ചേർത്താനെ പോലെ നിൽക്കില്ല. അപ്പൊ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും പിന്നെ പ്ലസ്റ്റിക് എന്ന് പറഞ്ഞ പെയിന്റ് ഇതാണ് ഗമ്മാണ്. ഇത് 50 രൂപ കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ പെയിന്റ് ചെയ്തതിന്റെ മുകളിൽ ഇതിങ്ങനെ എല്ലാ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ നല്ലൊരു കോട്ടിംഗ് ആയിട്ട് അത് അവിടെ നിൽക്കും. പ്ലസ്റ്റിക് അറിയാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഭാഷയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ മേലെ പെയിന്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ നല്ലൊരു കോട്ടിംഗ് ആയിട്ട് അവിടെ നിന്നോളൂ. പിന്നെ ഇത് ഒരിക്കലും മാഞ്ഞു പോകില്ല. അത്രയും ശക്തിയായിട്ട് ഇങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ പോകും. അപ്പൊ ഇങ്ങനെ ഇതിന്റെ മേലെ പെയിന്റ് ചെയ്താൽ ഈ ടെക്നിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ മേലെ നമ്മൾ ഫിക്സ് ആയിട്ട് ഫെവിക് ഇതാണ് പ്ലസ്റ്റിക് ആണ്. ഇത് നമ്മളെല്ലാം ഇതിന്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ പെയിന്റ് ചെയ്തില്ല പോലെ എന്നാൽ ഇത് കോട്ടിംഗ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ശ്രദ്ധിച്ച് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നാൽ ഇത് നമ്മളെ പിന്നെ ഫിക്സ് ആയി നോക്കുക. നമ്മൾ കൈനെ കൊണ്ട് ചേർത്തി കഴിഞ്ഞാൽ അവിടെ പോകും. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശക്തിയായിട്ട് അതിനെ കൊണ്ട് ചേർത്തി കഴിഞ്ഞാലേ പോകും. നമ്മൾ മുന്നേ ചെയ്ത ശിവലിംഗത്തിന്റെ മുകളിൽ ചേർത്തനെ കൊണ്ടുള്ള വർക്കിന് ഈ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പെയിന്റ് ആയിട്ട് ഫിക്സ് ആയിട്ട് നിൽക്കുക. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ പച്ചക്കളർ ഇങ്ങനെ എടുത്തിട്ടുണ്ട് പെയിന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സൈഡ് ബോഡിക്കൊന്ന് കുറച്ച് പച്ച പെയിന്റ് അടിച്ചു നോക്കുന്നത് അത് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കാണാം നമ്മൾ കളർ ചെയ്യുന്നതിന് നല്ല തപ്പ് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ കുറച്ച് ഭാഗ്യമുള്ളൂ. നമ്മൾ ചെറുകിന് കളർ കൊടുത്തില്ല. അപ്പൊ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെറുകിന് കണ്ണ് കൊടുക്കണം. ഇത് കളർ കൊടുക്കണം. പിന്നെ കണ്ണ് നല്ല അടിപൊളിയാക്കണം. പിന്നെ സൈഡിലൊരു വൈറ്റ് റൗണ്ടലാക്കി കുറച്ച് അടിപൊളിയാക്കണം. അപ്പൊ ചെറിയ പണി ഞാൻ ബാക്കിയുള്ളൂ. കംപ്ലീറ്റ് ഫിനിഷിംഗ് ആക്കി ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മളെ തത്തന്റെ പണി നമ്മളെ 100% ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നല്ല അടിപൊളി പെയിന്റ് ലഞ്ച് കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത പരിപാടി നമുക്കത് ആ ചട്ടിമേൽ അത് ഫിക്സ് ആക്കി വെക്കണം. MC കൊണ്ട് ഫിക്സ് ആക്കി വെക്കണം. അപ്പോ കാല് വെക്കേണ്ട ആവശ്യമില്ല. ആ ചട്ടിമേൽ ഇരിക്കുന്ന പോലെ ആക്കുന്നത്. അതുകൊണ്ട് കാല് വെക്കേണ്ട ആവശ്യമില്ല. അവിടെ ഫിക്സ് ആയി വെച്ചതിന് ശേഷം ചെറിയ കാല് പോലെ ഒരു ഡിസൈൻ ആക്കുകയേ വേണ്ടു. അപ്പൊ നിങ്ങൾക്ക് കാണാം നല്ല കളറെല്ലാം കൊടുത്ത് നമ്മൾ അടിപൊളിയാക്കി അതിന് പിന്നെ കറുപ്പ് വരയെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ചട്ടിമേൽ ഇത് ഫിക്സ് ആക്കി വെക്കുന്ന പരിപാടി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാം നമ്മൾ തത്ത നല്ല പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കത്തിനൊരു വരയെല്ലാം കൊടുത്ത് നമ്മൾ നാടൻ തത്ത കാണുന്ന പോലെ കത്തിന് വരയെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ണെല്ലാം ഡിസൈൻ കൊടുത്ത് ഒക്കെല്ലാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനിയുള്ള നമ്മുടെ പരിപാടി ആ ചട്ടിമേൽ ഇത് ഫിക്സ് ആക്കി വെക്കുന്നത്. അപ്പൊ അതിന് ചേർന്ന് കാലിന്റെ ചെറിയൊരു ഡിസൈൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് തൂക്കുന്ന പരിപാടി നോക്കാം. അപ്പൊ നമ്മൾ തത്താൻ ഇതാണ് നമ്മൾ ഈ ചട്ടിമേൽ ഫിക്സ് ആക്കുന്നത്. അപ്പൊ MC ചെറിയൊരു ഉണ്ട പോലെ ആക്കിയിട്ട് നമ്മൾ ഈ സൈഡിലാണ് നമ്മൾ ഇത് ഫിക്സ് ആക്കുന്നത്. നമ്മൾ ഇവിടെ ഇങ്ങനെ ചെന്ന് വെച്ച് ഫിക്സ് ആക്കി നോക്കുന്നത്. അപ്പൊ നമ്മളെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ഈ MC വെച്ചിട്ട് ഈ ചട്ടിന്റെ മേലെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോ കംപ്ലീറ്റ് ഫിനിഷിംഗ് പണി കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ള നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനൊരു കാര് കെട്ടിട്ട് നമുക്ക് മരത്തിന് മുകളിൽ കെട്ടിത്തൂക്കുന്ന പരിപാടിയാണ്. അപ്പോ നമ്മൾ കൊക്കിനെല്ലാം നല്ല ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. MC വെച്ചിട്ട് നല്ല കറക്റ്റായിട്ട് ഒട്ടിച്ചിന്. അപ്പൊ ഇത് എളി പോകില്ല. അത്രയും ഫിക്സ് ആയിട്ട് നമ്മൾ തത്താനെ ചട്ടിന്റെ മുകളിൽ നമ്മൾ ഒട്ടിട്ടുണ്ട്. കാണാം തത്താന ഇപ്പൊ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് കാണുമ്പോൾ. അപ്പൊ നമ്മൾ ഈ ചട്ടിക്ക് നമ്മൾ പെയിന്റ് അടിക്കുന്നില്ല. ഇപ്പൊ കാരണം പെയിന്റ് അടിച്ച ഭംഗിയുണ്ടാവും. പക്ഷേ ഈ തത്തന്റെ ഒറിജിനാലിറ്റി കുറയും. നമ്മളെ തത്തക്കും പിന്നെ ചട്ടിക്ക് കംപ്ലീറ്റ് കളർഫുൾ ആയി കഴിഞ്ഞാൽ തത്തന്റെ ഒറിജിനാലിറ്റി ലേശം കുറയും. അതുകൊണ്ട് ചട്ടിക്ക് നമ്മൾ ഇപ്പം പെയിന്റ് അടിക്കുന്നില്ല. അപ്പൊ നമ്മൾ പെയിന്റ് അടിച്ചില്ല വീഡിയോ നിങ്ങൾക്ക് പിന്നെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി ഉണ്ട്. ഇപ്പൊ തത്തനെ കാണാം നല്ലൊരു ഒറിജിനാലിറ്റി ഉണ്ട് കാണുമ്പോൾ. അപ്പൊ നമുക്ക് അടുത്ത പരിപാടി ഇത് കാര് കെട്ടിയിട്ട് നമുക്ക് ആ മരത്തിന് മുകളിൽ ഫിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇപ്പം പരിപാടി നമ്മളെ സംഭവം നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ ഇനി ഒരു പണിയില്ല. നമുക്ക് ഇനി ഒരു കാര് കെട്ടിയിട്ട് അവിടെയുള്ള മരത്തിന് മുകളിൽ നമുക്ക് കെട്ടി നോക്കണം. അപ്പൊ നമുക്ക് അതിനുള്ള പരിപാടി നോക്കാം. ഓക്കെ. അപ്പൊ നമ്മളെ എല്ലാ കാറിനും കെട്ടി നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം നല്ല ഫിക്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കെട്ടുന്ന പരിപാടി നോക്കാം. അപ്പൊ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വെള്ളം വയ്ക്കാം. നമ്മൾ സാധാരണ പശു കുടിക്കാൻ വെള്ളം വെക്കുന്നതാണ്. അപ്പൊ നമുക്കിത് കെട്ടുന്ന പരിപാടി നോക്കാം. നമ്മൾ ഇവിടെ നിന്നാണ് ഇത് കഴിച്ചത്. അപ്പോ തൽക്കാലം നമ്മൾ അവിടെ കെട്ടുന്നില്ല. ഇത് നമ്മളൊരു കൊന്നേണ്ട മരം നമ്മളത് മുറിച്ച് നമ്മൾ ബുഷാക്കി വെച്ചാണ്. അപ്പൊ ഇവിടെ നല്ല ഇത് ഇലകളിലുള്ളതുകൊണ്ട് ഇതിന്റെ താഴെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമായിരിക്കും. കുറച്ച് കാലങ്ങൾക്ക് വേണ്ടി നമുക്ക് അപ്പുറം മാറ്റി കെട്ടാം. അപ്പൊ നമ്മൾ തൽക്കാലം ഇത് ഇവിടെ കെട്ടേണ്ട പരിപാടി നോക്കാം. ഇവിടെ കുറച്ച് ഇലകളുള്ളതുകൊണ്ട് കുറച്ചുകൂടി രസം ഉണ്ടാവും. അപ്പൊ നമുക്കിത് കെട്ടാം. ഓക്കെ. ഇതൊക്കെയാണ് നമ്മൾ ഈ കാരണം കെട്ടി നല്ല അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു കൊന്നേണ്ട മരമാണ്. നമ്മുടെ കണ്ണൂത്തിന് കൊന്ന നമ്മൾ വരുമ്പോൾ തന്നെ കട്ട് ചെയ്തുകൊണ്ട് ചെറുതായി നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിലായാലും നല്ല രസമുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എല്ലാവർക്കും പറ്റി കുടിക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നിറച്ച് കൊടുക്കാം.
ഓക്കെ. അപ്പോ നല്ല സൈറ്റ് ഉണ്ട്, നമ്മളിപ്പോ മുറ്റത്ത് നോക്കുമ്പോൾ നല്ല സൈറ്റ് ഉണ്ട് കാണാൻ, നിങ്ങൾക്ക് കാണാം. അപ്പൊ നല്ല രസമുണ്ട്, തത്തനെ കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം, തത്ത നല്ല അടിപൊളി തത്തയായി. നമ്മളിത് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ദിവസവും കിളികൾ വരുന്ന രാവിലെ വൈകുന്നേരം ബുൾബുൾ വരുന്നുണ്ട്, ഒരുപാട് കുരുവികളുണ്ട് വരുന്നുണ്ട് രാവിലെ. അപ്പൊ നമ്മൾ വെള്ളം വെച്ച് നല്ല അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിലൂടെ എല്ലാവർക്കും കാണാം. ബൈ. അപ്പൊ നിങ്ങൾക്ക് കാണാം, നമ്മളെ വീടിന്റെ മുന്നിൽ നോക്കുമ്പോൾ നല്ല അടിപൊളി സൈറ്റ് ഉണ്ട്, തത്തനെ കാണാം. നല്ല ഒറിജിനൽ തത്ത ഇരുന്ന പോലെയുള്ള. അപ്പൊ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്നും ചെലവില്ല, ആകെ ഒരു 60 രൂപേന്റെ MC-യിൽ, പിന്നെ 1-2 പെയിന്റിനാകെ 20 രൂപയുള്ള ഒരു ഫാബ്രിക് പെയിന്റിന്. അപ്പൊ എല്ലാം കൂടി ഒരു 100 രൂപക്കുള്ളിൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കാം. നമ്മളെ വീടിന്റെ മുന്നിൽ ഇതുപോലെ തൂക്കുക, അല്ല ബാൽക്കണിയിൽ എവിടെ അങ്ങനെ തൂക്കുക, ഒരു പഴയ ചട്ടി മാത്രമേ വേണ്ടൂ. അപ്പൊ എല്ലാവരും ഇതുപോലത്തെ ഒരു സംഭവം ചെയ്ത് നോക്കുക. അപ്പൊ മറക്കാതെ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വ്യത്യസ്തമായ ഒരു ക്രാഫ്റ്റിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.